viewers, welcome back to another video of Commerce Companion. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിൽ തന്നെ ഒരു മൊഡ്യൂളായിട്ടുള്ള ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ്. അത് ബികോമിൻ്റെ 4th സെമ്മുകാർക്ക് 5ാമത്തെ മൊഡ്യൂളായിട്ട് വരുന്നത്. അല്ലാത്ത കുറേ പേർക്ക് ആവശ്യമുള്ളൊരു അക്കൗണ്ടിങ് തന്നെയാണ് കമ്പനീസിൻ്റെ ലിക്വിഡേഷൻ്റെ സമയത്ത് വരുന്ന അക്കൗണ്ട്സ്. അതാണ് നമ്മൾ അതിൻ്റെ തിയറിയും പ്രോബ്ലം ഒക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലിക്വിഡേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡേഷൻ ആൻഡ് ഇൻസോൾവൻസി, ലിക്വിഡേറ്റർ ആൻഡ് ഹിസ് ഡ്യൂട്ടീസ്, മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്, ഡെഫിഷ്യൻസി അക്കൗണ്ട്, കോൺട്രിബ്യൂട്ടറി, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, റെലവൻറ്റ് ഡേറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആൻഡ് ഡിബെഞ്ചേഴ്സ്, അരിയർ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്, ഓർഡർ ഓഫ് പേയ്മെൻറ്റ്, ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്, അതിൻ്റെ ഫോമാറ്റും പ്രോബ്ലം എല്ലാം കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലിക്വിഡേഷൻ എന്നാണ്. നമുക്കറിയാം, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ കുറേ ലീഗൽ പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അത് എൻഡ് ചെയ്യുമ്പോഴും അതേപോലുള്ള ലീഗൽ പ്രോസസ്സുകളെല്ലാം വരും. സോ ആ വൈൻഡപ്പിൻ്റെ സമയത്തുള്ള ആ ഒരു ലീഗൽ പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് വിളിക്കുന്നത്. അതുവഴി ഒരു കമ്പനിയുടെ ആ ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ലാതാവുന്നതിനെയാണ് നമ്മൾ ഇങ്ങനെ പേരിട്ട് വിളിക്കുന്നത്. മാത്രമല്ല, ആ ഒരു കമ്പനി എൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ആ ഒരു കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിനും മെമ്പേഴ്സിനും എല്ലാം ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിനെയാണ് നമ്മൾ ലിക്വിഡേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസോൾവൻസി ആൻഡ് ലിക്വിഡേഷൻ. ലിക്വിഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇൻസോൾവൻസി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഏതൊരാൾക്കോ ഒരു പേയ്മെൻറ്റ് നടത്താൻ സാധിക്കാതെ വരിക, അതിന് കേപ്പബിൾ അല്ലാതെ വരുന്ന സിറ്റുവേഷനെയാണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ഡിഫറൻസ് ആണ് ഇൻസോൾവൻസി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, അതായത് ഇൻഡിവിജ്വൽസ്, പാർട്ട്ണർഷിപ്പ് ഫേം, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഇവർക്ക് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ലിക്വിഡേഷൻ എന്ന് പറയുന്ന ടേം ആപ്ലിക്കബിൾ ആവുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾക്കാണ്. അതുപോലെ തന്നെ ലിക്വിഡേഷൻ്റെ സമയത്ത് അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ലിക്വിഡേറ്റർ എന്ന് വിളിക്കുമ്പോൾ, ഇൻസോൾവൻസിയുടെ സമയത്ത് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒഫീഷ്യൽ റിസീവർ അല്ലെങ്കിൽ ഒഫീഷ്യൽ അസൈനി എന്ന് പറയുന്ന വ്യക്തിയാണ്. നെക്സ്റ്റ് വരുന്ന ഡിഫറൻസ് ആണ്, ഈ ഇൻസോൾവൻസി ഗവേൺ ചെയ്യുന്നത് ഇൻസോൾവൻസി ആക്റ്റ് ആണ്. പക്ഷേ ലിക്വിഡേഷൻ ഗവേൺ ചെയ്യുന്നത് കമ്പനീസ് ആക്ടിൻ്റെ കീഴിലാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ലിക്വിഡേറ്റർ ആൻഡ് ഹിസ് ഡ്യൂട്ടീസ്. ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു കമ്പനി ലിക്വിഡേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ അസറ്റുകൾ എത്രമാത്രം ഉണ്ട് അതെല്ലാം റിയലൈസ് ചെയ്യുക, അത് കൺവേർട്ട് ചെയ്ത് മണി ആക്കുക. അതുപോലെ തന്നെ ആ ഒരു മണി യൂസ് ചെയ്തിട്ട് കമ്പനിക്കുള്ള ലയബിലിറ്റികളെല്ലാം പേ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. ഇനി ആ ലയബിലിറ്റികളെല്ലാം പേ ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും എമൗണ്ട് കയ്യിൽ സർപ്ലസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലിക്വിഡേറ്ററുടെ മെയിൻ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ലിക്വിഡേറ്ററുടെ മറ്റു ഡ്യൂട്ടീസാണ്, ഫസ്റ്റത്തെയാണ് ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അധികം താമസിയാതെ തന്നെ പ്രിലിമിനറി ആയിട്ടൊരു റിപ്പോർട്ട് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം. മാത്രമല്ല, നെക്സ്റ്റ് വരുന്നതാണ് കമ്പനിയുടെ പ്രോപ്പർട്ടീസ് എല്ലാം ടേക്ക് ചെയ്യണം. മാത്രമല്ല, കമ്പനിയുടെ അസറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ലിക്വിഡേറ്റർ ആണ്. അതുപോലെ തന്നെ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യണം. കമ്പനിയുടെ മിനിറ്റ്സിൻ്റെ എല്ലാം റെക്കോർഡ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡീഡുകൾ മാത്രമല്ല, കമ്പനീൻ്റെ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിലുള്ള കരാറുകൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ്, അതെല്ലാം കമ്പനിയുടെ ബിഹാഫിൽ നിന്ന് ചെയ്യേണ്ടത് ഈ ലിക്വിഡേറ്ററുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ്. അതായത് ഏതൊക്കെ രീതിയിലാണ് ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നതെന്ന്. 2 ടൈപ്പാണ് ഉള്ളത്, വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ, വോളണ്ടറി വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ ഓർഡർ അനുസരിച്ച് വൈൻഡ് അപ്പ് ചെയ്യാന്നുണ്ടെങ്കിലാണ് അതിന് നമ്മൾ വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. ഇതിന് പല സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഈ ഒരു ഓർഡർ വരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ സോൾവൻസിക്ക് ഇൻറ്റഗ്രിറ്റിക്കൊക്കെ എതിരായിട്ട്
ആ ഒരു ഇൻട്രസ്റ്റ് കമ്പനി എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പല പല സിറ്റുവേഷനുകൾ കൊണ്ടാകാം ഈ ഒരു കമ്പനി ട്രൈബ്യൂണലിൻ്റെ ഓർഡർ വഴി വൈൻഡ് അപ്പ് ചെയ്യുന്നത്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മെമ്പേഴ്സ് തന്നെ ഈ ട്രൈബ്യൂണലിൻ്റെ ഇൻ്റർവെൻഷൻ ഒന്നും കൂടാതെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യുന്നതിനാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയാം. ഇത് രണ്ട് രീതിയിലുണ്ടാകും. മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ടാകും, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ടാകും. ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ആ കമ്പനി സോൾവെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഈ സോൾവെൻ്റ് ആണെന്നുള്ളൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനുള്ള വൈൻഡിങ് അപ്പിന് നമ്മൾ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്നാണ് വിളിക്കുക. ഇനി അതുപോലെ തന്നെ കമ്പനി ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഡയറക്ടേഴ്സിന് ഈ ഒരു സോൾവെൻസിയുടെ ഡിക്ലറേഷൻ കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പറയുന്നതാണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, കമ്പനി ആ ഒരു ട്രൈബ്യൂണൽ വഴി അല്ലെങ്കിൽ കോർട്ട് വഴിയൊക്കെ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്ററിനെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് കമ്പനിയുടെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഓഫീസേഴ്സോ ഈ ഒരു ഓർഡർ കിട്ടി 21 ദിവസത്തിനുള്ളിൽ കമ്പനിയുടെ അസറ്റുകളുടെയും ലയബിലിറ്റികളുടെയും എല്ലാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലിക്വിഡേറ്റർക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഫയൽ ചെയ്യണം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇതിനകത്തൊരു കമ്പനിയുടെ അസറ്റുകൾ, ലയബിലിറ്റികൾ, ഇനി എത്രമാത്രം പേയ്മെൻ്റ് ഉണ്ട് അടയ്ക്കാനായിട്ട്, ഡെഫിഷ്യൻസി ഉണ്ടോ അതോ സർപ്ലസ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്പെസിഫൈ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്നാണ്. ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഏതൊക്കെ രീതിയിലാണ് മണി നഷ്ടപ്പെട്ടു പോയത് അതിനെ കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഡെഫിഷ്യൻസി അക്കൗണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഡെഫിഷ്യൻസി വന്നത് അല്ലെങ്കിൽ സർപ്ലസ്, അതിൻ്റെ റീസൺസ് എല്ലാം ഈ ഒരു അക്കൗണ്ടിൽ സ്പെസിഫൈ ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആരാണ് കോൺട്രിബ്യൂട്ടർ എന്നാണ്. കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ആ ഒരു വൈൻഡപ്പിൻ്റെ സമയത്ത് അസറ്റുകളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുക. അതായത് യൂഷ്വലി ആ ഒരു കമ്പനിയുടെ ഷെയർ എല്ലാം ഹോൾഡ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും കോൺട്രിബ്യൂട്ടർ ആയിട്ട് വരിക. അവരുടെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ഷെയർസ് വഴിയായിട്ടാണ് അവർ ആ ഒരു ലയബിലിറ്റി ലിമിറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അവരെത്ര എമൗണ്ട് അടയ്ക്കാനുണ്ടോ കമ്പനിയിലേക്ക് അൺപെയ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടോ അത് മാത്രമായിരിക്കും അവരുടെ ഒരു ലയബിലിറ്റി. അതിനപ്പുറത്തേക്ക് അവരുടെ ലയബിലിറ്റി പോകില്ല. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ലയബിലിറ്റി ലിമിറ്റ് ചെയ്തേക്കുന്നത് ഗ്യാരണ്ടി വഴിയായിട്ടാണെന്നുണ്ടെങ്കിൽ ആ എത്ര എമൗണ്ട് ആണോ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് അതുവരെയായിരിക്കും അവരുടെ ആ ഒരു ലയബിലിറ്റി വരിക. അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ ലയബിലിറ്റി ക്രോസ് ചെയ്യില്ല. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് തന്നെയാണ്. പക്ഷേ അവർക്ക് ആ ഒരു ലയബിലിറ്റികളെല്ലാം സെറ്റ് ഓഫ് ചെയ്ത് അവരുടെ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. അവർ പ്രത്യേകം ഓർക്കണം, സെക്യൂർഡ് അല്ല, അവർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് തന്നെയാണ്, കുറച്ച് പ്രിഫറൻസ് ഉണ്ടെന്ന് മാത്രം. ലിക്വിഡേഷൻ്റെ സമയത്ത് ഈ ഒരു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെയാണ് ഓൾ റവന്യൂസ്, ടാക്സ്, സെസ്സസ്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ ലോക്കൽ ബോഡികൾക്കോ അവകാശപ്പെടുകയാണെങ്കിൽ അത് ഡ്യൂ ആയിരിക്കുന്നത് ഈ ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ വന്ന് 12 monthsന് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എംപ്ലോയീസിന് കൊടുക്കാനുള്ള വേജസും സാലറീസും 4 monthൽ കൂടിയിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ട് 20,000-ന് താഴെയാണെന്നുണ്ടെങ്കിലും അത് 20,000 ഒരിക്കലും കൂടാൻ പാടില്ല, 20,000-ന് താഴെ വരെയുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അക്രൂഡ് ഹോളിഡേ റെന്യൂമറേഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും എമൗണ്ടുകൾ ഡ്യൂ ആയിട്ടുണ്ടത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948-ൻ്റെ അണ്ടറിലാണെങ്കിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററാണ്. അതുപോലെ തന്നെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923-യുടെ അണ്ടറിൽ വരുന്ന എന്തെങ്കിലും പേബിൾ ആയുള്ള കോമ്പൻസേഷൻ ഉണ്ടെങ്കിൽ PF, പെൻഷൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഫണ്ട്, എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, ഇതെല്ലാം പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററാണ്. ഇനി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെൻസുകൾ അത് സെക്ഷൻ 235 അല്ലെങ്കിൽ 237 അണ്ടറിലാണെന്നുണ്ടെങ്കിൽ അതും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് റെലവൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്. ഈ ഒരു ലിക്വിഡേഷൻ്റെ സമയത്ത് റെലവൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് കമ്പനി കമ്പൾസറി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്
ഒരു പ്രൊഫഷണൽ ലിക്വിഡേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യും. അപ്പോയിൻ്റ് ചെയ്യുന്ന ഡേറ്റ് എന്നാണോ അതാണ് റെലവൻറ്റ് ഡേറ്റ്. ഇനി അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ലെങ്കിൽ ആ ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ എന്നാണോ വന്നത് അതിൻ്റെ ഡേറ്റാണ് റെലവൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഈ ഒരു ലിക്വിഡേഷൻ്റെ സമയത്ത് ലോണിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെ എല്ലാം ഇൻട്രസ്റ്റിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഒരു കമ്പനി ആ സമയത്ത് സോൾവെൻ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആക്ച്വൽ ഡേറ്റ് വരെയുള്ള ആ ഒരു പേയ്മെൻറ്റ് എത്രയാണോ അത് തന്നെയായിരിക്കും. ഇനി ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ലിക്വിഡേഷൻ എന്നാണ് നടക്കുന്നത് അതുവരെയുള്ള ആ ഒരു ഡേറ്റ് അനുസരിച്ചുള്ള പേയ്മെൻ്റ് ആയിരിക്കും ഇൻട്രസ്റ്റിന് വരിക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അരിയർ ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്. അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അരിയർ എന്ന് പറയാം. ഈ പ്രിഫറൻസ് ഷെയർസിൻ്റെ കാര്യത്തിൽ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറവ് അതിൻ്റെ എന്തെങ്കിലും അരിയേഴ്സ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേ ഓഫ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. യൂഷ്വലി ഇവരുടെ പേയ്മെൻറ്റ് നമ്മൾ നടത്തിയതിന് ശേഷമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പേയ്മെൻറ്റ് നടത്തുക. ബട്ട് നമ്മൾ ഈ ഒരു വൈൻഡിങ് അപ്പിൻ്റെ കമൻസ്മെൻറ്റിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രിഫറൻസ് ഡിവിഡൻഡ് ഉണ്ടെന്നുള്ള കാര്യം ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രിഫറൻസ് ഷെയർസിൻ്റെ അരിയേഴ്സ് പേയ്മെൻറ്റ് നടത്തുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഈ ഒരു ചാപ്റ്ററിൽ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ഓർഡർ ഓഫ് പേയ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി സോൾവെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് എല്ലാ ലയബിലിറ്റീസും കറക്റ്റ്ലി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ബട്ട് ഒരു കമ്പനി ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എല്ലാ ക്രെഡിറ്റേഴ്സിനെയും സെറ്റിൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഓർഡർ ഓഫ് പേയ്മെൻറ്റിന് സിഗ്നിഫിക്കൻസ് വരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റിന് ആർക്കാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതാണ് ഈ ഓർഡർ ഓഫ് പേയ്മെൻറ്റിൽ പറയുന്നത്. ലയബിലിറ്റികൾ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് വർക്ക്മെൻസ് ഡ്യൂസിനാണ്. അതുപോലെ തന്നെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരിക. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ, അതായത് ഈ ലിക്വിഡേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ലീഗൽ എക്സ്പെൻസസ്, ലിക്വിഡേറ്റർക്ക് കൊടുക്കേണ്ട റെന്യൂമറേഷൻ, വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് നമുക്ക് ചിലവാകുന്ന കോസ്റ്റ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. ദെൻ എന്തെങ്കിലും ഡിബഞ്ചേഴ്സ്, അത് അസറ്റുകളുടെ മേലെ ഫ്ലോട്ടിംഗ് ചാർജസ് വരുന്ന ഡിബഞ്ചേഴ്സ്. ദെൻ അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ്. അത് കഴിഞ്ഞിട്ടാണ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് വരാം. ഏറ്റവും ലാസ്റ്റ് സെറ്റിൽ ചെയ്യുന്നതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇനി ഈ ലിക്വിഡേഷൻ്റെ സമയത്ത് അക്കൗണ്ട്സിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സുകളും ആ ഒരു പ്രോബ്ലത്തിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. നമ്മൾ പറയാൻ പോകുന്നത് പ്രോബ്ലം ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ്, അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഓർഡർ ഓഫ് പേയ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ഓരോ പേയ്മെൻറ്റും അതിനൊരു ഓർഡർ ഉണ്ട്, ഏറ്റവും ആദ്യം പേ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു ഓർഡർ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എല്ലാം കഴിഞ്ഞിട്ട് സർപ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുള്ളി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതാണ്. അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ പ്രിഫറൻസ് ഡിവിഡൻഡിൽ വരുന്ന അരിയേഴ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മുമ്പ് തന്നെ പേ ചെയ്യുക. മാത്രമല്ല കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ലയബിലിറ്റി കിടക്കുന്നത് അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിനകത്തുള്ള പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പേ ചെയ്യുന്നതിനോടൊപ്പം അതിന് മുമ്പ് തന്നെ ഈ ഒരു കോൾസ് ഇൻ അഡ്വാൻസ് പേ ചെയ്യണം. മാത്രമല്ല വർക്ക്മെന്നിൻ്റെ ക്ലെയിംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ, അതിനെ സെക്യൂർഡ് ക്രെഡിറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കൊടുക്കുന്നത്. വർക്ക്മെന്ന് വരുന്ന ക്ലെയിംസ് എല്ലാം നമ്മളൊരു സെക്യൂർഡ് ക്രെഡിറ്റർ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഏറ്റവും ആദ്യം തന്നെ പേ ഓഫ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞിരുന്നു ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എല്ലാ അസറ്റുകളും റിയലൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്ലെയിംസുകളെല്ലാം സെറ്റിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അതുമാത്രമല്ല ഡയറക്ടേഴ്സ് ഈ അസറ്റിൻ്റെയും ലയബിലിറ്റികളുടെയൊക്കെ ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു ആ ഒരു ഡോക്യുമെൻ്റ് വഴിയായിട്ട് ഈ ഒരു ലിക്വിഡേറ്റർക്ക് സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ക്ലെയിംസ് എല്ലാം സെറ്റിൽ ചെയ്യുന്ന ആ ഒരു ഡീറ്റെയിൽസും അതുപോലെ തന്നെ അസറ്റ് എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഉള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. അത് ഈ ഒരു ലിക്വിഡേറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് കമ്പൾസറി ലിക്വിഡേഷൻ ആണെന്നുണ്ടെങ്കിൽ ട്രൈബ്യൂണലിലും അതുപോലെ തന്നെ വോളണ്ടറി ലിക്വിഡേഷൻ്റെ സമയത്ത് രജിസ്ട്രാർക്കും ഈ ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു. അത്
പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രാക്ടിക്കൽ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ഡ്യൂ ആയിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ അത് വിത്തിൻ 1 ഇയറിനകത്തുള്ള ഇൻകം ടാക്സ് ഡ്യൂ എല്ലാം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതല്ലാതെ ഉള്ളതെല്ലാം അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് റിയലൈസ് ചെയ്യുന്ന ആ ഒരു ടൈമിനകത്ത് അത് 2 രീതിയിൽ അസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. അത് എടുക്കുന്ന ആളുടെ അസംഷനാണ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. അസംഷൻ നോട്ടായിട്ട് കൊടുത്താൽ മതിയാവും. സോ അസംഷൻ ആയിട്ട് വരുന്നത് 2 രീതിയിലാണ് വരിക. 2 കേസ് അതിന് വരും. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റീസ് റിയലൈസ് ചെയ്യുന്നത് ആ ഒരു ക്രെഡിറ്റേഴ്സ് തന്നെയായിരിക്കും. അതിൻ്റെ ലിക്വിഡേറ്ററി ഡ്യൂട്ടി ആയിട്ട് വരുന്നതാകെ അതിൽ നിന്നുള്ള സർപ്ലസിൻ്റെ റിയലൈസേഷൻ മാത്രം. അതായത് ആ സെക്യൂരിറ്റിയുടെ എമൗണ്ട് കഴിഞ്ഞു വരുന്ന എമൗണ്ട് അതാണ് സർപ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു എമൗണ്ട് മാത്രം ലിക്വിഡേറ്റർ റിയലൈസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ സർപ്ലസ് എമൗണ്ട് മാത്രം എടുത്തിട്ടായിരിക്കണം ഈ ഒരു റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലിക്വിഡേറ്റർ റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സർപ്ലസ് മാത്രം എടുത്താൽ മതിയാകും. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഇത് ഫുള്ള് റിയലൈസ് ചെയ്യുന്നത് ലിക്വിഡേറ്റർ തന്നെയാണ്, അയാളാണ് ഫുള്ളി അത് റിയലൈസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ റിയലൈസ്ഡ് എമൗണ്ടിൻ്റെ റിയലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു വാല്യൂവിൻ്റെ ഫുൾ എമൗണ്ട് എടുത്തിട്ടായിരിക്കും ഈ ഒരു ലിക്വിഡേറ്ററുടെ റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഏത് രീതിയിൽ 2 അസംഷൻസ് ഉണ്ട്. ഏത് അസംഷൻ എടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഉചിതം പോലെയാണ് എടുക്കേണ്ടത്. ഏത് അസംഷനാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NB ആയിട്ട് എഴുതുന്ന കണക്കിൻ്റെ ലാസ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് പറയുന്ന ടിപ്പാണ് യൂഷ്വലി ക്യാഷ് ആൻഡ് ബാങ്ക് ഈ 2 ബാലൻസുകൾ, ഇത് 2ൻ്റെ എമൗണ്ടുകൾ ലിക്വിഡേറ്റർ റിയലൈസ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് തന്നെ ലിക്വിഡേറ്ററിൻ്റെ റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിനകത്ത് ഈ ഒരു ക്യാഷും ബാങ്കും ആ 2 എമൗണ്ടുകളും നമ്മൾ ഈ റെന്യൂമറേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനകത്ത് എടുക്കാറില്ല. ലിക്വിഡേറ്ററുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരുന്നൊരു കാര്യമാണ് ലിക്വിഡേറ്ററുടെ റെന്യൂമറേഷൻ്റെ എമൗണ്ട്. അത് യൂഷ്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസറ്റ് റിയലൈസ് ചെയ്യുന്നതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജും അതോടൊപ്പം തന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പേയ്മെൻറ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ്, ഇത് 2ഉം കൂടി എടുത്തിട്ടാണ് നമ്മൾ ലിക്വിഡേറ്റേഴ്സിൻ്റെ റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യത്തെ 2 പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് ക്യാഷും ബാങ്കും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്ന ആ എമൗണ്ടിൻ്റെ ഒപ്പം എടുക്കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കണ്ട. അതുപോലെ തന്നെ റിയലൈസ്ഡ് ചെയ്യുന്നത് ഫുള്ളി ഒരു ക്രെഡിറ്ററാണ് റിയലൈസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ സർപ്ലസ് എമൗണ്ട് എത്രയുണ്ടോ അത് മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഫുള്ളായിട്ടും ലിക്വിഡേറ്ററാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫുൾ വാല്യൂവിൽ പെർസെൻറ്റേജ് എടുക്കാം. ഇതാണ് ആ അസറ്റുകളുടെ റിയലൈസേഷൻ വരുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഓൾറെഡി 2ഉം നേരത്തെയുള്ള പോയിന്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് പിന്നെയും പറയാത്തത്. പിന്നെ വരുന്ന കേസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അസറ്റിൻ്റെയും സർട്ടൻ പെർസെൻറ്റേജ് എടുക്കും. അതുപോലെ തന്നെ അൺസെക്യൂർഡ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിൻ്റെയും സർട്ടൻ പെർസെൻറ്റേജ് എടുക്കും എന്ന് പറഞ്ഞു. ഇതിൽ അസറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് ആ ഒരു അൺസെക്യൂർഡ് ക്രെഡിറ്റർ ആണ് പറയേണ്ടത്. ഈ അൺസെക്യൂർഡ് ക്രെഡിറ്ററുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററെയും നമ്മൾ ഈ ഒരു അൺസെക്യൂർഡ് ക്രെഡിറ്റർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതാണ് ഈ ഒരു റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി അത് സെപ്പറേറ്റ് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ പാടില്ല. ഇനി അങ്ങനെയൊന്നും സ്പെസിഫൈ ചെയ്യാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമ്മൾ നോക്കേണ്ടത് 2 ഇക്വേഷൻസ് ഉണ്ട്. അതായത് ആദ്യത്തെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പേ ഓഫ് ചെയ്യാൻ സഫീഷ്യൻ്റ് ആണ്. സോൾവെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ എടുക്കേണ്ട ആ ഒരു ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. എമൗണ്ട് ഡ്യൂ ടു അൺസെക്യൂർഡിന് എത്ര എമൗണ്ട് ആണോ ഡ്യൂ ഉള്ളത് ആ ഒരു എമൗണ്ട് ഇൻറ്റു എത്രയാണോ ആ പെർസെൻറ്റേജ് റേറ്റ് ഡിവൈഡഡ് ബൈ 100. അതാണ് സോൾവെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പേ ഓഫ് ചെയ്യാനായിട്ട് എമൗണ്ട് ഇല്ല, അതായത് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ടാണ് നമ്മുടെ കയ്യിലുള്ളത്, അതായത് ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. എത്രയാണോ അൺസെക്യൂർഡിന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട്,
നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ആ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് ആ റേറ്റ് എത്രയാണോ അത്. പിന്നെ അടിയിൽ ആ ഒരു ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് വരും. മാത്രമല്ല മറ്റേനകത്ത് എമൗണ്ട് ഡ്യൂ ആയിരുന്നു, ഇവിടെ നമുക്ക് എത്ര എമൗണ്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെ ആ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്. ഇൻസഫിഷ്യൻ്റ് ആകുമ്പോഴും സഫിഷ്യൻ്റ് ആകുമ്പോഴും ആ ഒരു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ 2 ഇക്വേഷനാണ് ഉള്ളത്. നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് നമ്മൾ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സിൻ്റെ പെർസെൻറ്റേജ് കൂടെ എടുക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് മാത്രമല്ല ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ആ ഒരു പേയ്മെൻറ്റിൻ്റെ പെർസെൻറ്റേജും കൂടെ ചില സാഹചര്യങ്ങളിൽ ലിക്വിഡേറ്റേഴ്സിൻ്റെ റെന്യൂമറേഷനിൽ എടുക്കാറുണ്ട്. സോ അങ്ങനെ എടുക്കുന്ന സിറ്റുവേഷനകത്ത് ആ ഒരു നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. എമൗണ്ട് അവൈലബിൾ ടു കോൺട്രിബ്യൂട്ടറീസ്, അതായത് കോൺട്രിബ്യൂട്ടേഴ്സിന് എത്ര എമൗണ്ട് അവൈലബിൾ ആയിട്ടുണ്ടോ, കൊടുക്കാൻ അവൈലബിൾ ഉണ്ടോ, ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ് ഓഫ് കമ്മീഷൻ. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുക. സോ ഈ ഒരു മെത്തേഡുകളിലാണ് നമ്മൾ ഈ ഒരു ലിക്വിഡേറ്റേഴ്സിൻ്റെ റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ലിക്വിഡേറ്റേഴ്സിൻ്റെ റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാകും എങ്ങനെയാണ് ആ ഒരു റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഏത് അസംഷനാണ് എടുക്കേണ്ടത്. ഇങ്ങനെ അസംഷൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അസംഷൻസ് ആ ഒരു ക്വസ്റ്റ്യനിൽ ആൻസറിൻ്റെ ഒപ്പം കറക്റ്റായിട്ട് കാണിക്കണം. ലിക്വിഡേറ്ററുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് യൂഷ്വലി ഇങ്ങനെയാണ് വരിക. അതായത് നമ്മൾ റെസിപ്റ്റും പേയ്മെൻറ്റ് ഒരു ക്യാഷ് ബുക്കിൻ്റെ ആ ഒരു ഫോർമാറ്റ് പോലെ തന്നെ ആയിരിക്കും വരിക. റെസിപ്റ്റും ഉണ്ടാകും, പേയ്മെൻറ്റ് സൈഡ് ഉണ്ടാകും. റെസിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റുകൾ റിയലൈസ് ചെയ്യുന്നതാണ്. അസറ്റ് റിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ക്യാഷ് ബാലൻസോ ബാങ്ക് ബാലൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആ റെസിപ്റ്റ് സൈഡിൽ ആദ്യം എഴുതുക. ദെൻ അസറ്റുകൾ റിയലൈസ് ചെയ്യുന്ന എമൗണ്ടുകൾ അതെല്ലാ അസറ്റുകളും നമ്മൾ എടുക്കും. സൺട്രി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അസറ്റുകളും റിയലൈസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ അസറ്റുകൾ എടുക്കുന്നു, അതെല്ലാം റിയലൈസ് ചെയ്യുന്നു. റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ആ ഒരു എമൗണ്ട് ആണ് ഈ കോളത്തിൽ എഴുതാൻ. നെക്സ്റ്റ് നമ്മൾ ആ ഓർഡർ ഓഫ് പേയ്മെൻറ്റ് അനുസരിച്ച് പേയ്മെൻറ്റ് കോളത്തിൽ വീതിച്ചെടുക്കുക. ആദ്യം തന്നെ ലിക്വിഡേഷൻ്റെ എക്സ്പെൻസുകൾ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ലിക്വിഡേറ്ററുടെ റെന്യൂമറേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ ഡിബെഞ്ചേഴ്സ് ഹാവിങ് ഫ്ലോട്ടിംഗ് ചാർജ്, ദെൻ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പേ ഓഫ് ചെയ്യുന്നത്. സോ ഇങ്ങനൊരു ഈ ഒരു ഫോർമാറ്റിലാണ് ലിക്വിഡേറ്ററുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് വരിക. നമുക്ക് വ്യക്തമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ബട്ട് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നത്. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈ ലിക്വിഡേറ്ററുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിനുണ്ട്. പക്ഷേ ഇത് പരിചയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് ഇത് കുറേ കാണുമ്പോൾ കുറേ ഉള്ളതുകൊണ്ട് പഠിക്കാൻ പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ കൺഫ്യൂഷനായിട്ട് വരുന്നതുകൊണ്ടാണ് ഈ ഒരു നേരത്തെ കാണിച്ച ആ ഒരു ഫോർമാറ്റ്. അതായത് ഈ ഒരു ഫോർമാറ്റ് പഠിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഈസിയാണ്. ലിക്വിഡേറ്ററുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ലിക്വിഡേഷൻ എക്സ്പെൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെന്യൂമറേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. 3% ആണ് അസറ്റിൻ്റെ കൊടുക്കേണ്ടത്. അത് എടുക്കേണ്ടത് നമ്മൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സും എടുത്തോളാം പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സും എടുക്കാം. ഇനി അതുപോലെ തന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ 1.5% ആണ്. അതുപോലെ തന്നെ അസറ്റുകൾ എടുക്കുമ്പോൾ ഉള്ള കാര്യം റിയലൈസ് ചെയ്തേക്കുന്ന ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു പ്രോബ്ലത്തിലുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് കണക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഒന്ന് വരയ്ക്കാം. ലിക്വിഡേറ്ററുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് വരച്ചിട്ട് നമ്മൾ സാധാ ക്യാഷ് ബുക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലെ തന്നെയാണ് റെസിപ്റ്റ് സൈഡും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പേയ്മെൻറ്റ് സൈഡും ഉണ്ടാവും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഒന്ന് എടുത്ത് എഴുതാം. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യത്തെ ഈ ഒരു സൈഡിനകത്ത് നമ്മൾ എഴുതുന്നത് റെസിപ്റ്റ് ആണ്. അതിനകത്ത് നമ്മൾ വരുന്നത് അസറ്റിൽ നിന്ന് റിയലൈസ് ചെയ്ത എമൗണ്ടും അതുപോലെ തന്നെ എന്തെങ്കിലും അസറ്റ് റിയലൈസ് ചെയ്ത് അല്ലെങ്കിൽ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലും റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സർപ്ലസ് എമൗണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ടിലും കൂടുതൽ നമുക്ക് ആ ഒരു അസറ്റ് വിറ്റപ്പോൾ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന സർപ്ലസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ടുമാണ് ഈ ഒരു സൈഡിനകത്ത് മെയിൻലി വരിക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാകും നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാം. ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അസറ്റ് റിയലൈസ് ചെയ്തത്
പറഞ്ഞിട്ടുണ്ട് എക്സ്ക്ലൂഡിങ് ദ സെക്യൂരിറ്റീസ്, അതായത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും കൂടെ റിയലൈസ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 5,20,000 ആണ്. സോ ക്യാഷ് റിയലൈസ് ചെയ്ത് കിട്ടിയേക്കുന്നത്, അല്ലെങ്കിൽ അസെറ്റ് എന്ന് എഴുതിയാൽ മതി, അസെറ്റ് റിയലൈസ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 5,20,000 ആണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഒഴിച്ചിട്ടുള്ള റിയലൈസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇതെന്ന് മനസ്സിലായി. സോ ഇനി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ എത്രയാണ് റിയലൈസ് ചെയ്ത് നോക്കാം. 4 lakh ആയിരുന്നു എമൗണ്ട് ഉണ്ടായിരുന്നത്, പക്ഷെ റിയലൈസ് ചെയ്തിരിക്കുന്നത് 5 lakhനാണ്. സോ 4 lakh അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബാക്കി എത്രയുണ്ട്? 1 lakh rupees, അതായത് 5 lakh മൈനസ് 4 lakh, 1 lakh rupees സർപ്ലസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. സോ ഈ ഒരു എമൗണ്ട് നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ നമ്മുടെ കയ്യിലുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം സർപ്ലസ് ഫ്രം സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണ്. സോ അത് കിട്ടിയിരിക്കുന്നത് 1 lakh ആണ്. ഇവിടെ എഴുതിയേക്കാം 5 lakh മൈനസ് 4 lakh ആണ് നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിയത്. സോ നമുക്ക് വരാനുള്ള എമൗണ്ടുകൾ ഇത്രയാണ് റെസിപ്റ്റ്. ഇനി നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഇവിടെ ഒരു പേയ്മെൻറ്റുകൾ ഉണ്ട്. നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇത് ക്ലെയിം ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ കാണിച്ച ഫോർമാറ്റിനെ നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട് എങ്ങനെയാണ് പേയ്മെൻറ്റിൻ്റെ ഓർഡർ. ഏറ്റവും ആദ്യം എന്താ പേയ്മെൻറ്റ് വരേണ്ടത്? ഏറ്റവും ആദ്യം നമുക്ക് വരുന്നത് ലിക്വിഡേഷൻ എക്സ്പെൻസ് ആണ്, അത് കഴിഞ്ഞ് റെന്യൂമറേഷൻ ആണ്. അങ്ങനെ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, അതിൻ്റെ ആ ഒരു ഓർഡർ ഓഫ് പേയ്മെൻറ്റിന്. അതനുസരിച്ചാണ് നമ്മൾ പേയ്മെൻറ്റ് കോൾ എഴുതുക. അപ്പോൾ ഏറ്റവും ആദ്യം എന്തെങ്കിലും ഈ ലിക്വിഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കണ്ടേ. സോ എക്സ്പെൻസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സോ എക്സ്പെൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ലിക്വിഡേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് 5,000 rupees കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അത് നമുക്ക് എഴുതാം, അങ്ങനെ തന്നെ എഴുതാം. ലിക്വിഡേഷൻ്റെ എക്സ്പെൻസ് ആണ് 5,000 rupees. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ലിക്വിഡേറ്റർ നമ്മൾ കൊടുക്കുന്ന റെന്യൂമറേഷൻ. സോ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലില്ല. സോ ഇത് നമ്മൾ കണ്ടുപിടിക്കണം, ഈ റെന്യൂമറേഷൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടി നമുക്കൊരു സെപ്പറേറ്റ് വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് റെന്യൂമറേഷൻ, ഇതിനൊരു സെപ്പറേറ്റ് വർക്കിംഗ് നോട്ട് കൊടുക്കുക. നിങ്ങൾ ഒരു വർക്കിംഗ് നോട്ട് കൊടുക്കുക. റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്, അതായത് അസറ്റ് റിയലൈസ് ചെയ്യുന്നതിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ്, അതുപോലെ തന്നെ ആ ഒരു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സും അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സും റിയലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പെർസെൻറ്റേജ്, ഇതിൻ്റെ രണ്ടിൻ്റെയും പെർസെൻറ്റേജ് പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഈ ഒരു റെന്യൂമറേഷൻ എമൗണ്ട്. സോ നമുക്ക് നോക്കാം റെന്യൂമറേഷനെ പറ്റി എന്താണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളതെന്ന്. ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് റെന്യൂമറേഷൻ എന്ന് പറയുന്നത് 3% ഓഫ് ദി എമൗണ്ട് റിയലൈസ്ഡ്. ആ ഒരു 3% ആണ് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ എടുക്കുന്ന ഇതിനകത്ത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എടുക്കാറില്ലെങ്കിൽ പോലും നമ്മുടെ ക്വസ്റ്റ്യനിൽ കറക്റ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ട് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സും കൂടി എടുക്കണം. സോ അതുകൊണ്ട് നമ്മൾ ലിക്വിഡേറ്ററുടെ റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് റിയലൈസ് ചെയ്ത എമൗണ്ട് പ്ലസ് നമ്മുടെ അതല്ലാത്ത സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അല്ലാതെ അസറ്റുകൾ റിയലൈസ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന എമൗണ്ട്, ഈ രണ്ട് എമൗണ്ടുകളും കൂട്ടിയിട്ടാണ് നമ്മൾ 3% എടുക്കുക. സോ നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റെന്യൂമറേഷനിൽ ആദ്യത്തെയാണ്. നമുക്ക് എടുക്കാം 3% ആണ് എടുക്കേണ്ടത് റിയലൈസ്ഡ് അസറ്റുകളുടെയാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെയും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെയും പെർസെൻറ്റേജ് എടുക്കുക. സോ ആദ്യം തന്നെ 3% ആണ് അസറ്റുകളുടെ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യനിൽ നോക്കാം. അസറ്റ് റിയലൈസ് ചെയ്തിരിക്കുന്നത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ 5 lakh പ്ലസ് അത് കൂടാണ്ട് നമുക്ക് ഈ അസറ്റുകൾ റിയലൈസ് ചെയ്ത 5,20,000. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള 3% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 5 lakh പ്ലസ് 5,20,000 അതിൻ്റെയാണ് 3% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. സോ പിന്നെ ഇനി വരുന്നത് നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ ആണ്. സോ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ 1.5 അതായത് 1.5 ആണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ
പ്രിഫറൻസ് ക്രെഡിറ്റേഴ്സും കൂടെ ആഡ് ചെയ്യണം. സോ ആ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ നമുക്ക് തന്നിരിക്കുന്നത് 12,000 ആണ്. ഈ 12,000ൻ്റെ 1.5 കണ്ടുപിടിക്കണം. സോ അതാണ് നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. 1.5% ഓഫ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് നമുക്കറിയാം 12,000 ആണ്. അതിൻ്റെ 1.5% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 180 ആണ്. സോ ഇനി അത് കൂടാണ്ട് നമ്മൾ പറഞ്ഞു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ എടുക്കണം, അത് കൂടാണ്ട് റിയലൈസ്ഡ് എടുക്കണം. സോ റിയലൈസ്ഡിൻ്റെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി എടുക്കേണ്ടത് അൺസെക്യൂർഡ് ആണ്. അൺസെക്യൂർഡിൽ നമുക്കറിയാം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സും വരും, അൺസെക്യൂർഡും വരും. സോ പ്രിഫറൻസിന് നമുക്കൊന്നും ജസ്റ്റ് നോക്കാനൊന്നുമില്ല, നമുക്ക് എമൗണ്ട് എത്രയാണ് ഡ്യൂ ആയിട്ടുള്ളത് അതിൻ്റെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അൺസെക്യൂർഡിൻ്റെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് അവൈലബിൾ ആണോ കൊടുക്കാൻ വേണ്ടി, സഫീഷ്യൻ്റ് ആണോ ഇൻസഫീഷ്യൻ്റ് ആണോ നമ്മളുടെ അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് അവരുടെ ഇക്വേഷൻ ഏതിലുള്ള നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞതാണ് 2 ഇക്വേഷൻസ് അവർക്ക് ഉണ്ടായിരുന്നു. സോൾവെൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിലും ഇൻസോൾവെൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. കമ്പനി സോൾവെൻ്റ് ആണോ ഇൻസോൾവെൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള വർക്കിംഗ് നോട്ടാണ് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ അതിൻ്റെ ഒരു വർക്കിംഗ് നോട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വർക്കിംഗ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് ദി എമൗണ്ട് അവൈലബിൾ ടു അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എത്രമാത്രം എമൗണ്ട് അവൈലബിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് വേണം സോൾവെൻ്റ് ആണോ ഇൻസോൾവെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി. സോ നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നോക്കേണ്ടത് അസറ്റ് റിയലൈസ് ചെയ്ത് നമ്മുടെ എത്ര എമൗണ്ട് മൊത്തം ഉണ്ട്. സോ 5,20,000 പ്ലസ് 1 lakh, അതായത് 6,20,000 നമ്മുടെ കയ്യിൽ മൊത്തം എമൗണ്ട് കൊടുക്കാൻ, അതായത് റിയലൈസ് ചെയ്യാനായിട്ട് ഇത്ര എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇവർക്ക് വീതിച്ച് കൊടുക്കാൻ ഇത്ര എമൗണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇത്രയുണ്ട്. അതിൽ നിന്ന് ലിക്വിഡേഷൻ എക്സ്പെൻസുകൾ കുറയ്ക്കാം, 5,000 കുറയ്ക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 എണ്ണം ഉണ്ട്, അത് 2 നമ്മൾ കുറച്ച് കൊടുക്കണം, -180. സോ അത് 2 കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ട് കുറയ്ക്കാം. ഇനി അത് കഴിഞ്ഞ് വേറെ എന്ത് കാര്യമുള്ളതെന്ന് നോക്കാം. ഈ ഒരു റെന്യൂമറേഷൻ കഴിഞ്ഞതിന് നമ്മൾ പേ ചെയ്യേണ്ടത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനെയാണ്. സോ അവർക്കുള്ളത് 12,000 ആണ്. ഈ 12,000ൻ്റെ എമൗണ്ടും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ടും ഈ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ മൈനസ് ചെയ്യണം. സോ 12,000 നമ്മൾ കുറച്ചു. അത് കഴിഞ്ഞിട്ട് വരുന്ന ബാലൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ബാലൻസ് എന്ന് പറയുന്നത് 5,72,220. ഇത്ര എമൗണ്ട് ആണ് നമുക്ക് അൺസെക്യൂർഡ്സിന് കൊടുക്കാൻ ബാക്കിയുള്ളത്. അതായത് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സെക്യൂർഡ് എല്ലാം പേ ചെയ്ത് കഴിഞ്ഞ് പ്രിഫറൻസ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പേ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഇത്. അതായത് നമുക്ക് ഇത്രയും പൈസ ബാലൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എക്സ്പെൻസ് കൊടുത്തു, റെന്യൂമറേഷന് ഇപ്പോൾ ഉള്ളത് എത്രയും നമുക്ക് അറിയണത് അത് കുറച്ചു, പ്രിഫറൻസ് ക്രെഡിറ്റേഴ്സ് അത് കഴിഞ്ഞ് സെറ്റ് ഓഫ് ചെയ്യാം, അത് കുറച്ചു. അത് കഴിഞ്ഞിട്ട് ഇത്ര എമൗണ്ട് ആണ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവരുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് നോക്കാം. 1.5 ആണ് പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. നമുക്കറിയാം എത്ര എമൗണ്ട് അവൈലബിൾ ഉണ്ട് ഇൻറ്റു റേറ്റ് എത്രയെന്നാണ് നമ്മൾ നോക്കേണ്ടത്. റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 1.5 ആയിരുന്നു നമ്മുടെ റേറ്റ്, ഡിവൈഡഡ് ബൈ 100 പ്ലസ് 1.5. ഇതാണ് സഫീഷ്യൻ്റ് അല്ലെങ്കിലുള്ള ഇക്വേഷൻ. ഇവിടെ സഫീഷ്യൻ്റ് അല്ല നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 5,72,220 ആണ്. നമ്മുടെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യനിൽ നോക്കാം. നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ നമ്മുടെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 6,10,000 ഉണ്ട്. പക്ഷെ നമുക്ക് പേയ്മെൻറ്റ് നടത്താനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എത്രയാണ്? ഇത്ര എമൗണ്ട് ഉള്ളു. സോ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1.5% കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അവൈലബിൾ അല്ല, നമുക്ക് അവർക്ക് കൊടുത്തു തീർക്കാൻ ഇതിലും കൂടുതലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇൻസഫിഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഈ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്
വാല്യൂ 8456 ആണ്. സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ റെന്യൂമറേഷൻ. അപ്പോൾ ടോട്ടൽ റെന്യൂമറേഷൻ എന്ന് പറയുന്നത് 39. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ റെന്യൂമറേഷൻ. സോ അത് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം, 39,236. സോ ഇതാണ് നമ്മുടെ റെന്യൂമറേഷൻ. സോ അപ്പോൾ നമ്മൾ ലിക്വിഡേഷൻ എക്സ്പെൻസ് എഴുതി, റെന്യൂമറേഷൻ എഴുതി, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് എഴുതി. ഇനി നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ലാസ്റ്റ് ഇനി പേ ഓഫ് ചെയ്ത് എല്ലാവരുടെയും പേ ഓഫ് ചെയ്താണ് ലാസ്റ്റ് അൺസെക്യൂർഡ് വരുന്നത്. ഈ അൺസെക്യൂർഡിനെ ഫുള്ള് നമുക്ക് സെറ്റിൽ ചെയ്യാനില്ല. ഫുള്ളും സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ ബാക്കി കൊടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ അൺസെക്യൂർഡിന് തന്നെ കൊടുക്കാനായിട്ട് തികയുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അൺസെക്യൂർഡിൽ വെച്ച് നിർത്തേണ്ടി വരുന്നത്. സോ അൺസെക്യൂർഡ് നമ്മൾ എത്ര എമൗണ്ട് ആണ് പേയ്മെൻറ്റ് നടത്തിയെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു കാര്യം കണ്ടുപിടിച്ചത് അൺസെക്യൂർഡിൻ്റെ എത്ര അവൈലബിൾ ആയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കുക. അതായത് റെന്യൂമറേഷൻ നമ്മുടെ കയ്യിൽ ഈ ഒരു എമൗണ്ട് ഇപ്പോൾ 8456 കൂട്ടണേക്ക് മുമ്പുള്ള എമൗണ്ട് ആണ് ഇത്, കുറച്ചുള്ള എമൗണ്ട് ആണിത്. സോ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് റെന്യൂമറേഷൻ ഈ അൺസെക്യൂർഡിൻ്റെ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എത്ര ഇവർക്ക് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എത്ര പേ ഓഫ് ചെയ്യാനായിട്ട് ബാക്കി ഉണ്ടാവുന്നുള്ള എമൗണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടി അസറ്റ് റിയലൈസ് ചെയ്ത് 6,10,000 മൊത്തത്തിലകത്ത് 6,20,000 ആയിരിക്കും. അത് നമുക്ക് ബാലൻസ് ചെയ്ത് എഴുതാം 6,20,000. സോ ഈ 6,20,000 5,000 കൊടുത്തു, റെന്യൂമറേഷൻ കൊടുത്തു, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് കൊടുത്തു. സോ ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിന് ബാക്കി വരുന്ന ബാലൻസ് ഫിഗറാണ് ഈ അൺസെക്യൂർഡിന് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട്. അൺസെക്യൂർഡിന് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ചെയ്താൽ മതി. 5,20,000 പ്ലസ് 1,00,000 ആണ് 6,20,000 മൈനസ് 5,000 മൈനസ് 39,236 മൈനസ് 12,000 ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് 5,63,764. സോ നമ്മുടെ അക്കൗണ്ട് അപ്പോൾ ടാലി ചെയ്യാം, എന്തായാലും ടാലി ചെയ്യാം. കാരണം നമ്മളുള്ള എമൗണ്ട്, നമ്മുടെ കയ്യിലുള്ള എമൗണ്ടുകൾ മൊത്തം നമ്മൾ വീതിച്ച് കൊടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ടാലി ആവേണ്ടിയിരിക്കില്ല. സോ ഇപ്പോൾ ഇങ്ങനെയാണ് ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് അസറ്റുകളെല്ലാം റിയലൈസ് ചെയ്യുക, എന്നതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റുകൾ ഓരോന്നെടുത്ത് എഴുതാം. റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, നമ്മൾ റിയലൈസ്ഡ് അസറ്റിൻ്റെ പറഞ്ഞേക്കുന്ന പോലെ ചെയ്യുക, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൻ്റെ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അതനുസരിച്ച് ചെയ്യുക. ഇനി അൺസെക്യൂർഡിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്ത് കണ്ടുപിടിക്കണം, അൺസെക്യൂർഡിൻ്റെ എമൗണ്ട് അവൈലബിൾ ആയിട്ട് എത്രയുണ്ട് അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 റെന്യൂമറേഷൻ മാത്രം കുറച്ചാൽ മതി. സോ ബാക്കിയെല്ലാം ഇതെല്ലാം പിന്നെ ഈ റെന്യൂമറേഷൻ്റെ ഈ 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ കുറയ്ക്കുന്നുള്ളൂ. സോ എമൗണ്ട് അവൈലബിൾ ആയിട്ടുള്ള കിട്ടി. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, ഇതും അൺസെക്യൂർഡിൻ്റെ എമൗണ്ട് വെച്ച് ചെക്ക് ചെയ്യുക. എന്നിട്ട് സഫിഷ്യൻ്റ് ആണോ ഇൻസഫിഷ്യൻ്റ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇൻസഫിഷ്യൻ്റ് ആണെങ്കിലാണ് ഈ ഇക്വേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ റേറ്റിനെ പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കാം. ദെൻ ടോട്ടൽ റെന്യൂമറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എഴുതി. ദെൻ ഇതെല്ലാം കഴിഞ്ഞ് വീതിച്ചു കൊടുത്തതാണ് അൺസെക്യൂർഡിന്. ഈ അൺസെക്യൂർഡ് നമ്മൾ ഫുള്ളി സെറ്റിൽ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതായിരുന്നു. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കോ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനൊക്കെ നമുക്ക് വീതിച്ചു കൊടുക്കാമായിരുന്നു. സോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ലിക്വിഡേറ്റേഴ്സിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ബി യു, ബി യുണീക്ക്.